ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? ഇത് അൽഫാം കേട്ടോ. വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അൽഫാമിൻ്റെ രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി പുറത്തുനിന്ന് പോയിട്ട് നമുക്ക് കഴിക്കണം, പുറത്തുനിന്നേ കൊണ്ടുവരണം, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിനേക്കാളും ഇരട്ടി നമുക്കിതിൽ ടേസ്റ്റായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, നല്ല നീറ്റായിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് നമുക്കില്ലേ ഈ അൽഫാമൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഗ്രില്ല് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഗ്യാസും പിന്നെ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു ജാലിയായിട്ടുള്ളൊരു പാൻ ഉണ്ടായാൽ മതി കേട്ടോ. പാനല്ല, ഒരു ഗ്രില്ല് ടൈപ്പുള്ള, ഇതിനെന്താ പറയുന്നത് എനിക്കറിയുന്നില്ല. അപ്പോൾ ഇത് ആദ്യമേ ഞാൻ മാരിനേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ ഈ അൽഫാം പച്ച കളറിലല്ലേ ഉണ്ടാവും, ഒന്നൊന്നും അത്ര നല്ലോണം പച്ചയിലുണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മല്ലിച്ചപ്പ്, പുതിന, കാഷ്യൂനട്ട്, ഫ്രഷ് ക്രീം, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് ഞാൻ ഇത് മാരിനേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഏകദേശം 1 മണിക്കൂറോളാവും ഞാൻ മാരിനേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ലെമണും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ലെമൺ ഒരു 1/2 ടീസ്പൂണോളം ലെമണും കൂടി ഇട്ടിട്ടുണ്ടോ, എന്നാലേ ആ ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇത് കുറച്ച് ഓയിൽ മാത്രം ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രൈ പാനിലാണ്, നല്ല വലിയ ഒരു ഫ്രൈ പാനിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് ആ സമയത്ത് ഞാനിങ്ങനെ കിച്ചണിൽ എന്തൊക്കെയോ ചെയ്യുമ്പോൾ എൻ്റെ മോള് കിച്ചണിൽ എന്തൊക്കെയോ പരിപാടികൾ ചെയ്യാൻ പോകും കേട്ടോ. ഇനിയിപ്പോൾ അവളെയും ഒന്നും കൂടി ഒന്ന് നിലത്താക്കിയിട്ട് വേണം ബാക്കിയുള്ള കിച്ചണിലോട്ട് വരാൻ. ഇനിയിപ്പോൾ ചിക്കനിൽ ഞാൻ ഫ്രൈ ആക്കാൻ ചെയ്യുമ്പോൾ അവൾ ഈ കുസൃതികളൊന്നും പാടില്ല അവിടെ. അങ്ങനെ ഞാൻ അവളെ അപ്പുറത്തോട്ട് അയച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്, നല്ല എണ്ണം കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം കുക്കാക്കിയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും മുറിച്ചിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ജാലി പാത്രത്തിൽ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്നിങ്ങനെ കോരി മാറ്റാം. അപ്പോൾ ഇങ്ങനെ കോരി മാറ്റുമ്പോൾ ഈ പാത്രം നമുക്ക് നമ്മുടെ ഓയിൽ പാത്രത്തിൻ്റെ മുകളിലായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ ചിക്കനിൽ എക്സ്ട്രാ ഓയിലുള്ളതില്ലേ അത് ആ പാത്രത്തിലോട്ട് തന്നെ പോയിക്കൊള്ളും. അപ്പോൾ എക്സ്ട്രാ അങ്ങോട്ട് വേസ്റ്റ് ആവുമില്ല, പിന്നെ നിലത്തൊന്നും ആവുമില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഈ പാനിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളതിൻ്റെ മുകൾ ഭാഗത്ത് ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ പാനിന് സൈഡിലോട്ട് മാറ്റി വെക്കണം. തീ ഓഫാക്കിയിട്ടില്ല, സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുക. എന്നിട്ട് തീ നല്ലോണം കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കനെ ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഗ്രില്ലാക്കുന്ന ഒരു പാന് പോലത്തതല്ലേ ഇത്. അപ്പോൾ ഇതിലിങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ ചിക്കൻക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവർ ഓട്ടോമാറ്റിക് ഉണ്ടാവും. അൽഫാം എന്ന് പറയുന്നത് ഒരു സ്മോക്കി ഫ്ലേവറാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ആ ഫ്ലേവർ കിട്ടിയാൽ മതി. പിന്നെ നമ്മുടെ മസാല പെർഫെക്റ്റായിട്ട് കിട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ ഒരുപാട് അങ്ങോട്ട് ചില്ലിപ്പൊടി, റെഡ് ചില്ലിപ്പൊടി അതൊന്നും ഇടണ്ട കേട്ടോ. മല്ലിപ്പൊടി അങ്ങനെയൊന്നും ഇടണ്ട. നിങ്ങൾ ആയത്ര കുറക്കാൻ നോക്കുക. എപ്പോഴും ചിക്കൻ്റെ ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ അവോയ്ഡ് ആക്കുക കേട്ടോ. എന്നാലും ആ ചിക്കൻക്കൊരു നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ആക്കാൻ നോക്കുക. അല്ലാതെ തന്നെ നിങ്ങൾ റെഡ് ചില്ലിപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും മാത്രം ഇട്ടിട്ടാണ് ചിക്കൻ ഫ്രൈ ആക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഈ പുറത്തുനിന്ന് കിട്ടുന്ന ആ ടേസ്റ്റ് കിട്ടുള്ളൂ. കാരണം അവർ ഇതൊന്നും ആഡ് ആക്കില്ല. അങ്ങനെ ഇപ്പോൾ ഇത് നല്ല തീ കൂട്ടി വെച്ചിട്ട് 2 സൈഡും തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമ്മളൊന്ന് ചുട്ടെടുത്താൽ മതി. കാരണം ഇത് നല്ലോണം കുക്കായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്ര തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എത്ര നേരം നിങ്ങൾ പിടിക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും. എന്നാൽ കരിക്കാനും പാടില്ല കേട്ടോ. കരിയരുത്. കരിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മൊത്തം അങ്ങോട്ട് കൊളായിപ്പോവും. അപ്പോൾ കരിയാതെ തന്നെ 2 സൈഡും അങ്ങോട്ട് പൊള്ളിച്ചിട്ടെടുക്കാം. പൊള്ളിച്ചിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ പൊള്ളിച്ചിട്ടെടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ ഞാനൊന്ന് പൊള്ളിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തീ ഓഫാക്കാം. പിന്നെ ഇവിടെ ഒന്ന് കഴുകി ക്ലീനാക്കുന്ന ആ ഒരു ജോലിയേ ഉള്ളൂ. അല്ലാത്ത ടേസ്റ്റിൽ ഒട്ടും കുറവില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ എന്താണ് നിങ്ങൾക്ക് ടേസ്റ്റ് ആവുക, ചപ്പാത്തിയോ പൊറോട്ടയോ അതെന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ ഇപ്പം നമുക്കിവിടെ ഞാൻ ഉച്ചയ്ക്ക് നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട്. അതുതന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ കഴിക്കാനും പോകുന്നത്. അപ്പോൾ ഈ ചിക്കൻ്റെ അൽഫാം ഉണ്ടാക്കാമെന്ന് തോന്നി. എപ്പോഴും നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കബാബിനേക്കാളും അൽഫാം ഉണ്ടാക്കാമെന്നാണ് തോന്നിയത്. നല്ല അടിപൊളി ഫ്ലേവർ ആട്ടോ. വീട് മൊത്തം അൽഫാമിൻ്റെ ആ സ്മോക്കി ഫ്ലേവറാണ്. സ്മോക്കിക്ക് ഇത്രയും മണം ഉണ്ടെന്ന് വീട്ടിലുണ്ടാക്കിയ പാടാണ് എനിക്ക് മനസ്സിലായത്. ഇത് എനിക്ക് തന്നെ തോന്നിയത് എങ്ങനെ ഉണ്ടാക്കാം, അപ്പോൾ അൽഫാം ആയിക്കോളൂ എന്നിട്ട്. അങ്ങനെ ഇതാ ചിക്കന് അധികം കറിയാതെ നല്ല പൊള്ളിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇനി എന്തായാലും വിളമ്പാം. അപ്പോൾ എൻ്റെ അൽഫാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കുക. എല്ലാവരും അൽഫാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. സ്മോക്കി ഫ്ലേവറാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ തീർച്ചയായിട്ടും മറക്കല്ലേ. അതുപോലെ ഒരു ലൈക്ക് ഇടുക, സ്മൈലായിട്ടെങ്കിലും ഒരു കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നെയും കൂടി ഒന്ന് അറിയിക്കാം. ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ആക്കുന്നത്. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.